ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് കറി എന്ന് വേണമെങ്കിൽ പറയാം. കർണാടക സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തു വിട്ടേക്കുന്ന തോരനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിട്ടേക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തേത് കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുളപ്പിച്ച മുതിരകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഇത്രയും മുളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ചെറുതായിട്ട് മുളച്ചാലും മതിയാവും. പക്ഷേ എനിക്കിങ്ങനെ ലോങ് സ്പ്രൗട്ട്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ വേവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താലും മതിയാവേ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പാത്രത്തിൽ അടുപ്പിച്ചെടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ബാക്കി വരുന്നതുകൊണ്ട് തോരൻ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഉടഞ്ഞു പോകാത്ത രീതിയിൽ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പ് ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് നോർമൽ അമ്രാന്തസ് ഇല്ലേ, ഇവിടെ അതിന് ദണ്ടിൻ സപ്പ് എന്ന് പറയും, സാധാരണ പച്ചച്ചീര തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദിൽ ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മണമുള്ള ഒരു ചീരയാണ്. ഈ മല്ലിയില പോലെയൊക്കെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ചീര ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വെറും മുളപ്പിച്ച ആ ഒരു മുതിര കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചീരയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും മണവും ഒക്കെ കൂട്ടും. അതേപോലെ തന്നെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ 2 ചീരയും ചേർത്ത് അത് കഴിഞ്ഞിട്ട് ആ ചീരയുടെ തണ്ടും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് വെന്ത് വന്നാലല്ലേ ശരിയാവത്തുള്ളൂ തോരൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളകും പിന്നെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തക്കാളി ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ തക്കാളിയും എല്ലാം കറിയിൽ നിന്ന് മാറ്റാനുള്ളതാണ്. അത് ഈ വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ഇങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉള്ളിൽ ചെക്ക് ചെയ്ത് നോക്കുക, പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചീരയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം 1/4 ഭാഗം കവറാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് കുറേശ്ശെ ഇങ്ങനെ വാടി വന്നോളും. ആ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ചേർത്തേക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ കുറഞ്ഞില്ലേ, അപ്പോൾ നന്നായിട്ട് വെന്തുന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുതിരയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. നന്നായിട്ട് വെന്തുന്ന് തോന്നുമ്പം നമുക്കിന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ചീരയ്ക്ക് അധികം വേവില്ല, അതേപോലെ മുളപ്പിച്ച മുതിര ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു അരിപ്പയോ സ്ട്രെയിനറോ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളവും ചീരയും സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മളിനി കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വേവിച്ച് വെച്ചേക്കുന്ന ചീരയിലാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തക്കാളി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. തക്കാളിയും പച്ചമുളകും എടുത്തങ്ങ് മാറ്റി വെക്കുക. കാരണം നമ്മൾ ഈ തക്കാളിയും പച്ചമുളകും ഒരു മസാല റെഡിയാക്കാൻ പോകുന്നുണ്ട്, അതിനകത്ത് ഇട്ടിട്ട് അരയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തക്കാളിയും പച്ചമുളകും മാറ്റിയിട്ട് കുറച്ച് ഇതിൻ്റെ കൂടെ ഈ മുളപ്പിച്ച പയർ കുറച്ചുണ്ടാവുമല്ലോ, അപ്പോൾ അതും ഇച്ചിരി മാത്രം, അതായത് ഒരു 2 സ്പൂണെങ്ങാണം മതിയാവും, നിർബന്ധമൊന്നുമില്ല. അതും കൂടി എടുത്ത് മാറ്റി വെക്കുക. എല്ലാം കൂടി നമുക്കൊന്ന് അരച്ച് വെക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ എടുത്തേക്കുന്നതെന്ന്. ഇതിപ്പോൾ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് മാറ്റി കഴിയുമ്പം നമുക്ക് ഇത്രയും ഉണ്ട് ചാറ്. ഇത് നമ്മുടെ കറിക്ക് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയും വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി വേവിച്ചതും പച്ചമുളകും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ സൈഡിൽ നിൽക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു ചെറിയ കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, മേ ബി ഒരു ചെറിയ തവിയുടെ അത്രയും ഫുള്ളായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 7-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് പുളി ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കൈപ്പിടിയോളം മല്ലിയില, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വെന്ത തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, മുതിരയുടെ വെള്ളം, അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതും കൂടി ചേർത്ത് കഴിയുമ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഒരു സ്മെല്ലും ഒരു വെറൈറ്റി സ്മെല്ലായിരിക്കും. കാരണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറി പോലല്ലല്ലോ ഇത്. അപ്പോൾ ഈ ഒരു മസാല കൊണ്ട് തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതും. ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ വേറെ മസാലപ്പൊടികളോ സാമ്പാർ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഏകദേശം ഒരു രസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീരകമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, ജീരകവും മല്ലിയിലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു രസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഇപ്പം നമ്മളതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഇതുപോലെ തിളച്ച് തുടങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും ചീരയൊക്കെ ഉണ്ടല്ലോ, അതൊരു ചെറിയ തവിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമുള്ള ഒരു കാര്യമല്ല, പക്ഷേ എനിക്കിങ്ങനെ കറിയുടെ ഇടയ്ക്ക് അത് കഴിക്കാൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇപ്പം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയല്ലോ. ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. കടുക് താളിക്കാനായിട്ട് ജസ്റ്റ് എണ്ണ ചൂടാക്കുക, കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ വറ്റൽമുളക് ചേർക്കുന്നു, കുറച്ച് കറിവേപ്പില ഇടുന്നു. അത്രയേ ഉള്ളൂ. നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഒബ്വിയസ്ലി ഉണ്ടാവും. ഇത് കഴിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ കഴിച്ച് ശീലിച്ചവരല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്ത് കറിയാന്ന്. പക്ഷെ ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അതേപോലെ നല്ല ടേസ്റ്റിയും ആണ്. ഇത് നമുക്ക് മുദ്ദയുടെ കൂടെ അതേപോലെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റൈസ് എന്ന് പറയുമ്പോൾ സോനാ മസൂരി റൈസിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം കറിയുടെ പേര് മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് കർണാടക സ്പെഷ്യൽ ബസാറു. പല രീതിയിലുണ്ടാക്കും. അപ്പോൾ ഇത് ഒരു വേർഷനാണ്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന മുതിര കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന തോരനാണ് കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ജസ്റ്റ് ഒന്നുമില്ല, പാൻ ചൂടാക്കുക, എന്നിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ളത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർത്ത പച്ചമുളകെല്ലാം എടുത്ത് മാറ്റി അരച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തോരന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി, ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ മുതിരയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളിക്ക് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളി ഒന്ന് വേകാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മുതിരയും ചീരയൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ അങ്ങനെ ആരും ചേർക്കാറുമില്ല. ഞാൻ തേങ്ങ ചേർക്കും. കാരണം നമുക്ക് ഈ മലയാളികൾക്ക് പൊതുവേ തോരൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തേങ്ങ ഇല്ലെങ്കിൽ അത് തോരനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ മുതിരയൊക്കെ ഓൾറെഡി വെന്തതാണ്. പക്ഷേ തേങ്ങ നമ്മൾ ചേർത്തേക്കുന്ന ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടണമല്ലോ. അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി വരുന്നവരെ വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ടിപ്പിക്കൽ ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ആവി പറക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഒരു കറിയും തോരനും റെഡി ആയി കഴിഞ്ഞു. ഒറ്റ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരു കറിയും തോരനും റെഡിയാക്കാൻ പറ്റി. ഇനി അടുത്തതായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് വിട്ടേക്കുന്ന ഈസി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിലും കാണിക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. മുമ്പ് എപ്പോഴെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. കാരണം ഇത് എപ്പോഴും നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന 3 മുട്ടയാണ്. ഇതിപ്പോൾ 2 സാൻഡ്വിച്ചിനുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പാസ്ത മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഞാനകത്ത് ചീസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളി അങ്ങ് അവോയ്ഡ് ചെയ്തു. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഉള്ളിയുടെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. അതൊന്ന് മെൽട്ടായി വരുമ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇത് വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. മിൽക്ക് ബ്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് സ്വീറ്റ് ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അതൊന്ന് ഒരു സൈഡ് ഒന്ന് ടോസ്റ്റായി വരുന്ന സമയത്ത് വീണ്ടും ബട്ടർ തേച്ചിട്ട് മറ്റേ സൈഡ് കൂടി വന്നിട്ട് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി സാൻഡ്വിച്ചിനുള്ള ടോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് ഓംലെറ്റ് പോലെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിൽ തന്നെ നമ്മൾ എന്ത് വെച്ചാൽ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പരന്ന പാത്രമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പരന്ന പാനാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. ഞാനിവിടെ എന്താ ചെയ്യുക വെച്ചാൽ ദോശ ഉണ്ടാക്കാൻ പോകുന്ന പാനില്ലേ, അതിൽ ഞാൻ ഈ ഓംലെറ്റോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റോ ഒന്നും ഉണ്ടാക്കിയെടുക്കില്ല കേട്ടോ. കാരണം ചിലപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. ഒന്നുകിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാത്രം അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രം ആയതുകൊണ്ട് ഈ ഷേപ്പ്. അപ്പോൾ നമ്മൾ എന്തായാലും ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതങ്ങ് മാറ്റി വെച്ചു. ഇനി സെയിം പാനിലേക്ക് തന്നെ ബട്ടർ ഒഴിച്ച് കൊടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട്
കുറച്ച് പകുതി മുട്ട മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്രെഡ് അങ്ങ് വെച്ചു. അപ്പോൾ ഒരു സൈഡ് മുട്ട വെന്തും തോന്നുന്ന സമയത്ത് നമുക്കങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നടുക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ലെറ്റ്യൂസ് വെക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി തക്കാളി ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് മടി വന്നു ആ ഒരു സമയം കൊണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് കെച്ചപ്പും ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഇത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. കുറച്ച് എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലെറ്റ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചീസ് മാത്രമായിട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഇന്നത്തെ 3 സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ ബൈ.